ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോ മുഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം 8 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. രാമകൃഷ്ണന്മാരെക്കുറിച്ചും ദ്വാരകാവാസികളെക്കുറിച്ചുമുള്ള വിതുരൻ്റെ ചോദ്യങ്ങൾക്ക് ഉദ്ധവൻ ഉത്തരം പറയുകയാണ്. ഭഗവാൻ രാമനും കൂടി ലോകം തന്നെ വിട്ടുപോയി. കേൾക്കാൻ അത്യാകാംക്ഷയുള്ള ഒരു വർത്തമാനമായിട്ടാണത് ചോദിച്ചത്. അതിന് അവരുടെ തിരോധാനം ഉദ്ധവൻ എങ്ങനെ പറയും? ഇത്ര കൊതിയോട് കൂടിയിട്ടാണ് ഉദ്ധവൻ അവരുടെ വർത്തമാനം വിതുരൻ അത് കേൾക്കാൻ ചോദിച്ചത്. അപ്പോൾ അവരെന്നെ ഇല്ല എന്ന് പറയാൻ പെട്ടെന്ന് ആർക്കെങ്കിലും സാധിക്കുമോ? ദുർഭഗോ ബദലോകോയം എതവോ നിതരാമപി. കഴിഞ്ഞു എന്ന്, ഈ ലോകത്തിൻ്റെ ഐശ്വര്യവും ശ്രേയസ്സും സന്തോഷവും തീർന്നിരിക്കുന്നു. അത് ശരിയാണ്. എന്നെന്താ ഇപ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കും. പശ്ചിമേഷ്യയിലെ 100 കണക്കിന് ആൾ മരിക്കണു. 100 1000-ൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ വീർപ്പുമുട്ടണു. ചില ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വീർപ്പുമുട്ടണു. പ്രകൃതി മഴയില്ലാണ്ട് ബുദ്ധിമുട്ടണു. പെയ്യാൻ തുടങ്ങിയാലോ നിൽക്കാത്ത പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടണു. എന്തൊക്കെ കഷ്ടങ്ങളാണ്. ആസ്പത്രിയിൽ നിങ്ങൾ പോരാൻ നിവൃത്തിയില്ല ചിലർക്ക്. അതങ്ങനെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം ക്യൂ നിന്നളയാ. ഇത് രസം ആസ്പത്രിയിൽ. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടാണോ ഇത് ചെയ്യണത്? നിവൃത്തിയില്ലല്ലോ, ശരീരത്തെ നോക്കണ്ടേ. അപ്പോൾ ഒക്കെ അനിഷ്ടങ്ങളാണെന്ന് ചുരുക്കം. അനിഷ്ടങ്ങളാണ് ഇഷ്ടങ്ങളെക്കാൾ എല്ലാവർക്കും സംഭവിക്കുന്നത്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളില്ലാത്ത ദുഃഖം, കുട്ടികളുണ്ടായിട്ടോ അതിൻ്റെ ദുഃഖങ്ങളായി. പിന്നെ ഇങ്ങനെ നോക്കിയാൽ ദുർഭഗോപതലോകോയം, ഈശ്വരൻ ഇല്ലാണ്ടായാൽ പിന്നെ അങ്ങനെയല്ലേ. വിതുര, ഇനി ഈ ലോകത്തിൽ നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട. യഥവോ നിതരാമപി ഏതം വസന്തോ ന വിദുർഹരിമീന. ഇവോടുപം, നക്ഷത്രങ്ങളുടെ അധിപനായ ചന്ദ്രനെ വെള്ളത്തിൽ നിഴൽ കണ്ട എപ്രകാരം മീന, മത്സ്യങ്ങൾ അറിയുന്നില്ലയോ, അതുപോലെ ഈ യാദവർ ആ കൃഷ്ണനെ വേണ്ട വിധം മനസ്സിലാക്കിയില്ല എന്ന് എനിക്കിത് തോന്നണം. അങ്ങനെ നോക്കുമ്പോൾ യാദവർ ഭാഗ്യം ചെയ്തവരല്ല. കൃഷ്ണൻ്റെ കൂടെ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഭാഗ്യമാണ്. പക്ഷെ ആ ഭാഗ്യം മനസ്സിലാക്കിയാലല്ലേ അതിൻ്റെ ഉണ്മയിലേക്ക് എത്തുള്ളൂ. ഒരു ഭാഗ്യം നമുക്ക് കിട്ടി, അത് ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കിയാലേ അതിന് ബലമുള്ളൂ. അതെന്നെ ഒന്നും മനസ്സിലാക്കാണ്ടോ അല്ലെങ്കിൽ അതെന്നെ ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും ചിലർ കേട്ടോ. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞാൽ അങ്ങനത്തെവർക്ക് ഈ ഭാഗ്യം എങ്ങനെ ഭാഗ്യമായിട്ട് അനുഭവപ്പെടുക? ഇംഗിതജ്ഞ പുരുപ്രൗഢാഹ ഏകാരാമാച്ച സത്വതാ വിഷമം സർവേ ഭൂതാവാസമം സദാ ഇംഗിതജ്ഞ. ഈ എന്തൊക്കെയോ മറ്റുള്ളവർ പറയണത് കേട്ട് ചെയ്യണവർക്കാണ് ഇംഗിതജ്ഞൻ. ലോകത്തിലധികം ആൾക്കാരും അങ്ങനെ. എല്ലാവരും അമ്പലത്തിൽ പോവുക, ഞാനും പോവുക. അമ്പലത്തിലാണോ ദൈവങ്ങളെ എടുത്തു വെച്ചിരിക്കണം? സ്വയമായിട്ട് ചിന്തിക്കുന്നവർ അവർക്ക് ചില കണക്കായി പോയാൽ പോയി, ഇനി പോയില്ലെങ്കിൽ അവർക്ക് വലിയ ഇതൊന്നുമില്ല. എല്ലാവരും ഒന്നിപ്പോൾ പൂരാണ്. പൂരത്തിനൊന്ന് അമ്പലത്തിൽ പോകണം. അപ്പം അല്ലാത്ത ദിവസം പോയാൽ ദേവി അവിടെ അല്ലേ എന്ന് ആലോചിച്ചു പോകും. എന്താ ഇപ്പോൾ പൂരം ദിവസം പോയില്ലെങ്കിൽ ഒന്നുമില്ല. ഒരു ദിവസം പോയിച്ചിട്ടൊന്നും. പക്ഷെ എല്ലാവരും അങ്ങനെ ഇല്ല. അയ്യോ ഒന്ന് എന്തായാലും ഒന്ന് പോകണം, നാളെ പൂരമാണ്. എന്തീ നാളെ പൂരം? ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും പോകുന്നവർക്ക് പൂരത്തിന് പ്രാധാന്യമുണ്ടോ? ഉണ്ടോ? ആ ഒരു ദിവസത്തിന് പ്രാധാന്യമൊന്നുമില്ല, എപ്പോൾ പോയാലും മതി. പക്ഷെ അങ്ങനെ ഇംഗിതജ്ഞന്മാർ എല്ലാവരും കാട്ടി ഇത് കാട്ടണം.
അറിയുന്നവർ, പുരുപ്രൗഢാഹ പ്രൗഢമുള്ളതായിട്ടുള്ള ഏകത്തിൽ എപ്പോഴും രമിക്കുന്നവർ, സത്വത ഭക്തന്മാർ, സർവേ എല്ലാവരും, സത്വതാംശവം ഭക്തന്മാരുടെ സ്വാമിയെ. സത്യത്തിൽ ആരാണ് ഭഗവാൻ? എല്ലാവരിലും എപ്പോഴും ഇരിക്കുന്നവനാണ്. ഒക്കെ പറഞ്ഞാൽ ഒരു കൂട്ടം വേദാന്തത്തിൻ്റെ വിപരീതം പറയുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ആവുമോ? നിങ്ങൾക്ക് അയച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആയിണ്ടോ എന്ന് അവർക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങനെ എന്തിനാ ചിന്തിക്കണത്? 60 മാർക്ക് ഉദ്ദേശിച്ചാലല്ലേ 40 കിട്ടുള്ളൂ. അപ്പം നമ്മളെല്ലാ ദിക്കിലും ഉള്ള ഭഗവാനെ കുറിച്ച് കാണാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ പറഞ്ഞത്. എവിടെയോ എത്തിയ ജ്ഞാനികൾക്കും സന്യാസിമാർക്കും അല്ല കേട്ടോ ആത്മീയം. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെച്ചാൽ അത് മാറ്റിക്കോളൂ. എല്ലാവർക്കും എത്താൻ കഴിയണം. എന്ത് കഴിയില്ല? എന്തുകൊണ്ട് കഴിയില്ല? ഇപ്പം എല്ലാ ദിക്കിലും ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്ര വലിയ സാധകനെ പറ്റൂ? ആണോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ വേറുള്ളവരുടെ കഥ, ഇപ്പം ഞാൻ ഒരുപാട് ഉയർന്ന സാധകനാണ് എന്ന് അഭിമാനിക്കണമില്ല. സാധാരണ എന്തൊക്കെയോ മനസ്സിലാക്കി 2 അക്ഷരം പറയണു എന്നുള്ളത് തന്നെയുള്ളൂ. അത്ര തന്നെയുള്ളൂ. പക്ഷെ അതുകൊണ്ട് എനിക്ക് എല്ലാ ദിക്കിലും ഈശ്വരനില്ല എന്ന് തോന്നിയിട്ടില്ല. പറഞ്ഞു വരുന്നത് എല്ലാ ദിക്കിലും ഉള്ള ഈശ്വരനെ കാണാൻ ഒരുപാട് ഉയരണം എന്ന് അവർക്കേ അതൊക്കെ പറ്റൂ. ഇങ്ങനെ ഇങ്ങോട്ട് തള്ളിക്കളയാൻ വേണോ? കുറച്ചൊക്കെ ഉയരാൻ ശ്രമിക്കൂ. ഈ ക്ഷേത്രത്തിലും വിഗ്രഹത്തിലും മാത്രം കടന്ന് തിരിയുന്നതാവാതിരിക്കട്ടെ നമ്മുടെ ഭക്തി. അപ്പോൾ കുറച്ച് മുമ്പും കൂടി ഒരാളോട് സംസാരിച്ച് വന്നതേ ഉള്ളൂ. എത്ര അമ്പലങ്ങളല്ലേ നമുക്ക്. അത് കാരണം നമ്മുടെ അമ്പലത്തിലേക്ക് ചെയ്യാൻ ആരുമില്ല. അപ്പുറത്തൊരമ്പലം, ഇപ്പുറത്തൊരമ്പലം, ഇപ്പുറത്തൊരു 3-മതൊരമ്പലം, അതിന് കുറച്ച് വിട്ടിട്ട് വേറൊരമ്പലം. ഇത്രയും ക്ഷേത്രങ്ങൾ വന്നത് ശാപമോ അനുഗ്രഹമോ? സംശയമില്ല, ഞാൻ പറയും ശാപം. എന്തിനാത്? ഇത്രയും ഇല്ലെങ്കിൽ ഉള്ളത് നേരെ നടത്താമായിരുന്നു. ഇത് അതിലേക്കും പിരിവ്, ഇതിലേക്കും പിരിവ്, അവിടെയും കലശം, ഇവിടെയും കലശം, അവിടെയും ലക്ഷങ്ങൾ, ഇവിടെയും കോടികൾ. ഇതാരാ കൊടുക്കുക? അപ്പം എന്താ പറഞ്ഞു വരുന്നത്? എല്ലാ ദിക്കിലും ഉള്ള ഈശ്വരനെ കുറച്ചൊക്കെ കാണാൻ ശ്രമിക്കാൻ പഴയ ആൾക്കാർ ചെയ്തു വെച്ച ഒരു അബദ്ധം എന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയധികം ക്ഷേത്രങ്ങളുടെ ആധിക്യം കേട്ടോ, ക്ഷേത്രം മുഴുവൻ പറയണില്ല, ആധിക്യം ഏതും അതിസർവത്ര വർജയേൽന്നുണ്ട്. അധികമായാൽ അമൃതും വിഷം. അമൃത് വിഷമാണ്. അമൃത് എങ്ങനെയാണ് വിഷമാവുക? ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ക്ഷേത്രം പോരായിരുന്നില്ലേ നമുക്ക്? തീർച്ചയായിട്ടും മതി. അപ്പം അതാണ് അവിടെ എന്ത് പറഞ്ഞത്? എല്ലാവരും കാണിച്ചത് കാണിക്കുക, എല്ലാവരും പറഞ്ഞത് അനുസരിക്കുക, എല്ലാവരും അമ്പലത്തിൽ പോകണു, ഞാനും പോകണു. ഇപ്രകാരം ചിന്തിക്കുന്നതായ മനുഷ്യർ ഏകാരാമ, ഏകത്തിൽ രമിക്കുന്നവർ, ഭക്തന്മാർ, എല്ലാവരും അടേ സ്വാമിയായിട്ടുള്ള ഭക്തന്മാരെ, ഈശ്വരനെ, എല്ലാവരുടെയും നാഥനായിട്ടുള്ള ഭഗവാനെ ഒരു ശരീരം എടുത്ത ആളായിട്ട് തെറ്റിദ്ധരിച്ചു. ഇത് കാട്ടലാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. സാത്വതാമുഷഭം സർവേ ഭൂതാവാസമം സദാ. ശരീരം എടുത്തിട്ടുള്ള ഒരാളായിട്ട് കൃഷ്ണനെ ഈ യാദവന്മാർ തെറ്റിദ്ധരിച്ചു. ഇപ്പം വിഗ്രഹമായിട്ടാണ് തെറ്റിദ്ധരിക്കണം. ഇപ്പോൾ അതിലും കഷ്ടമാണ്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ശരീരം ഇടുന്നെങ്കിലും പറയാം. ഒന്നുമില്ലാത്ത വിഗ്രഹവും കല്ലുമായിട്ട് അതാണ് ഈശ്വരൻ എന്ന് മാത്രം തെറ്റിദ്ധരിച്ച. അപ്പം അത് എത്രത്തോളം അബദ്ധമാണ് ആലോചിച്ചു. ഭാഗവത് നമ്മൾ ഗീതയെന്നും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഇവിടെ പറയുകയാണ് യാദവന്മാർ ബുദ്ധിശൂന്യന്മാരാണ്. ദേവസ്യമായയാത്രിട്ടായ ചാന്യൻ അസദാശ്രിത. ഭഗവാന്റെ ആ മായയിലാണ്ട് കുടുങ്ങിയിട്ടേ ചാന്യത് അസദാശ്രിത. സത്തായിട്ടുള്ള ഭഗവാനിൽ നിന്ന് വിട്ട് അസത്തിൻ്റെ പിന്നാലെ പോണോരാ എല്ലാവരും. അസത്ത് പറഞ്ഞാൽ ദേഷ്യമെന്നാണ് നമ്മൾ വിളിക്കുക. ആ അസത്തിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്ന് ഇല്ലേ? വാസ്തവത്തിൽ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഭഗവാനല്ലാത്തതൊക്കെ അസത്ത്.
ഭഗവാൻ മാത്രം സത്ത്. സത് അസത്. സത്തായിട്ടുള്ളത് ഈശ്വരനും അസത്തായിട്ടുള്ളത് ഈശ്വരനല്ലാത്തതും. കാരണം ചത്തുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്തുപോയി എന്നാണ്. ശരീരത്തിലത്തെ സത്ത് പോയാൽ ചത്തുപോയി എന്നായി. പിന്നെ അത് ലേശം നിമിഷങ്ങൾ കഴിഞ്ഞാൽ കേടുവരാൻ തുടങ്ങും. അത്രയും വേഗം അതിനെ സംസ്കരിക്കാനേ പറ്റൂ. അതാണ് സത്ത്. അസദാശ്രിത. സത്തല്ലാത്തവരിൽ ആശ്രയിക്കാനാണ് അധികം ആൾക്കാർക്കും താല്പര്യം. ഭ്രാമ്യതേതീർണ തത്വാക്യേറാത്മന്യുത്പാത്മനോ ഹരോ. ആത്മാവായിട്ടുള്ള ഹരിയിൽ ഉറപ്പിക്കപ്പെട്ട മനസ്സോട് കൂടിയവരായ യാതൊരുത്തർ അവരുടെ വാക്കുകളാൽ ഭ്രമിക്കപ്പെടുന്നില്ല. അവിടെയാണ്. അതാണ് ഭാഗവതം. ആരെന്ത് പറഞ്ഞോട്ടെ, അവർക്കൊരു തീരുമാനം ഉണ്ടാവും. എവിടെയാണ് ഈശ്വരൻ, എങ്ങനെയാണ് അതിലേക്ക് എത്തുക. ഭ്രാമ്യത്തെ ധീർന. അവർ ഭ്രമിക്കുന്നില്ല. അങ്ങോട്ട് ഓടിക്കോട്ടെ ഇങ്ങോട്ട് ഓടിക്കോട്ടെ, ആ ഈശ്വരനെ ഭജിക്കണു ഈ ഈശ്വരനെ ഭജിക്കണു. ഭ്രാമ്യതേ ധീർന. ഇതിലൊന്നും യഥാർത്ഥ ഭക്തന്മാർ അസത്തുക്കളെ ആശ്രയിച്ചവർ പറയുന്നത് കേൾക്കില്ല. തദ്വാക്യേ. അവരുടെ വാക്യങ്ങളിൽ വീഴുന്നില്ല. എന്താ കാരണം? യഥാർത്ഥ തത്വജ്ഞാനികളുടെ വാക്ക് അവർ അനുസരിക്കുന്നു. നല്ലൊരു ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നതിലപ്പുറം എന്തുണ്ട് ഈ ലോകത്തിൽ? എന്തുണ്ട്? ആരുണ്ട്? ഒന്നുമില്ല. അതിൽ വിശ്വസിക്കുന്ന ഒരാൾ അതിലപ്പുറം പോവരുത്, അതിന് വിപരീതമായിട്ട് ഒട്ടും പോകരുത്. തദ്വാക്യേർ ആത്മന്യുത്താത്മനോഹരോ. ബുദ്ധി ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഭൂ പോയതാണ് അർത്ഥം. വാക്ക് കൂടെ ഭൂ കൂട്ടിയ അർത്ഥമായി. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ന ഭ്രാമ്യതേ. അവർ ഭ്രമിക്കപ്പെടുന്നില്ല. ആത്മാവായിട്ടുള്ള ഹരിയിൽ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ഇരിക്കുന്ന സജ്ജനങ്ങൾ ഗുരുവിൻ്റെ ഉപദേശത്താൽ നമ്മൾ ബ്രാക്കറ്റിലിടുകയാണ് കേട്ടോ. അതിനൊന്നും കൂടി ഉറപ്പുണ്ടാവും. മറ്റുള്ളവർ പലതും പറയും. ഇത്രയധികം വ്യത്യാസമുള്ളൊരു സംഗതി ഈ ആത്മീയത്തെ പോലെ വേറൊന്നുമില്ല. എത്ര തരാണ് ആൾ വെച്ചോ. നിങ്ങൾ നെറ്റൊന്ന് തുറന്നു നോക്കൂ. യൂട്യൂബിലേ എല്ലാവിധ അഷ്ടൈശ്വര്യങ്ങളും കിട്ടാൻ ഇതാ ഈ മന്ത്രം ജപിക്കൂ. എന്നാൽ പിന്നെ അതുപോരെ. മന്ത്രഭയം, മരണഭയം ഇല്ലാതാക്കാൻ ഇതാ മൃത്യുഞ്ജയ മന്ത്രം. കുട്ടികളുടെ ഐശ്വര്യത്തിന് ഈ മന്ത്രം ജപിക്കൂ, വേറൊരു ഐശ്വര്യത്തിന് വേറൊന്ന് ജപിക്കൂ. സദാ നിങ്ങളെ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇതാ ഈ മന്ത്രം ജപിച്ച് നോക്കൂ. ദയവ് ചെയ്തിട്ട് ഞാൻ പറയാം, അത് കണ്ടാൽ അങ്ങോട്ട് സ്വൈപ്പ് ചെയ്തോളൂ. ഇതൊക്കെ ഓരോരുത്തർ പറയണതാണ്. നമുക്ക് പ്രമാണം നമ്മുടെ ഗുരുനാഥൻ പറയണത് അല്ലെങ്കിൽ ആചാര്യന്മാർ പറയണതാണ്. ദയവ് ചെയ്തിട്ട് ഇതിൽ കുടുങ്ങാതിരിക്കുക. എന്തുപോലെയാവുന്നറിയോ? ഒരു ലക്ഷ്യമില്ലാതെ കാറ്റത്തിട്ട കപ്പൽ പോലെ നമ്മൾ അലയും. ഭാഗവതാണെങ്കിൽ ഭാഗവതം തന്നെ പ്രമാണം. അതിൽ പറയണത് എന്താ നോക്കുക. ഒറ്റ ഒന്നേലും ഈശ്വരൻ നമ്മുടെ മനസ്സിലാണത്. ഇതന്നെ ഭാഗവതം പറയണത്. അതിലാണ്ട് ഉറയ്ക്കുക. ആരെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോകേണ്ട വെച്ചാൽ പൊക്കോളും, ഇടയ്ക്ക് ഒരു രസത്തിന് പോവാം, വിരോധമൊന്നുമില്ല എന്നല്ലാണ്ട് അതിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കരുത്. അവിടെയല്ല ഭഗവാൻ, വിഗ്രഹമല്ല ഭഗവാൻ, ഒരിക്കലുമല്ല. ചോദിച്ചതിനാച്ചി 2 ദിവസം മുമ്പ് ഒരു എപ്പിസോഡ് ഞാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു വിഗ്രഹമാണ് ഈശ്വരൻ എന്ന് ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത്. അദ്ദേഹം എന്താ വിവരമില്ലാത്ത ആളാ? പഠിപ്പിക്കരുത്. ആത്മീയത്തിൻ്റെ ഒരു ആരംഭത്തിന് കുട്ടികളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ അമ്പലമാണ് ഈശ്വരൻ, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പഠിപ്പിക്കരുത്. അവർക്ക് ഇഷ്ടമുണ്ട് അച്ഛൻ പൊക്കോട്ടെ, അല്ലച്ഛൻ വേണ്ട. ഭാഗവതം, ഗീത, അത് തന്നെയാണ് ഈശ്വരനെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെ സൗകര്യപൂർവം മറച്ചു വയ്ക്കുന്നു പല ആചാരങ്ങളും ദുരാചാരങ്ങളും. നിർഭാഗ്യകരം, വളരെ നിർഭാഗ്യകരം. എവിടെ കിടക്കണു സത്തായിട്ടുള്ള ഈശ്വരൻ? എവിടെ കിടക്കണു അസത്തായിട്ടുള്ള ആചാരങ്ങൾ പലതും? ഇപ്പം എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു വാക്ക ആചാരലംഘനം. അതിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്.
യഥാർത്ഥ സത്തായിട്ടുള്ള ഈശ്വരനിൽ മനസ്സ് ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഭക്തന്മാരുടെ ബുദ്ധിക്ക് യാദവന്മാരുടെ വാക്കുകൾ നിമിത്തം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. ദേവസ്യ മായയാ സ്പൃഷ്ട. ദേവനായിരിക്കുന്ന ഭഗവാന്റെ മായയുടെ ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. അതിൽ കുടുങ്ങും ചിലർ, പക്ഷെ ചിലർ കുടുങ്ങൂല്ല. പ്രദർശ്യതാതപ്ത തപസാമപിതദിശാം നൃണാം ആദായ അന്തരദാത്യസ്തു സ്വബിംബം ലോകലോചനം. അതപ്ത തപസാം, തപസ്സൊന്നും കാര്യമായിട്ട് അനുഷ്ഠിക്കാത്തവർ, സാധാരണക്കാർ. അവിതൃപ്ത ദിശാം, കണ്ട് മതിവരാത്ത കണ്ണുകളോട് കൂടിയ മനുഷ്യരുടെ മുമ്പാ കൃഷ്ണനെ കണ്ടിട്ടേ ആർക്കെങ്കിലും ഇന്ന് വരെ മതി വന്നിട്ടുണ്ടോ? മതി വരാത്തൊന്നുണ്ടച്ചാൽ അത് കൃഷ്ണനെ കാണലേ ഉള്ളൂ കണ്ണുകൊണ്ട്. ബാക്കിയൊക്കെ മടുക്കുന്നതാണ്. സ്വബിംബം, തൻ്റെ ബിംബത്തെ കാണിച്ചു കൊടുത്തിട്ട് പ്രദർശിപ്പിച്ചിട്ട് ലോകലോചനം, ലോകത്തിൻ്റെ കണ്ണായിട്ട് ആ നേത്രത്തെ സ്വീകരിച്ചിട്ട്, ലോകത്തിൻ്റെ നേത്രത്തെ സ്വീകരിച്ചിട്ട് യാതൊരുവനാകട്ടെ അന്തർധാനം ചെയ്തു വിതുര. വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഉദ്ധവൻ പറയണത്. കണ്ട് മതിയാവുണ്ടായിട്ടില്ല, കണ്ട് തുടങ്ങിയിട്ടില്ല കൃഷ്ണനെ. ഓരോരുത്തരെയും തുടങ്ങിയിട്ട് വേണ്ടേ അവസാനിക്കാൻ. ഇത്രയും സുന്ദരമായിട്ടൊരു രൂപം വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? പ്രദർശ്യാതപ്ത തപസാം, കണ്ട് മതിവരാതെ, ഒരിക്കലും മതിവരാതെ, കണ്ണുകൊണ്ട് കുടിച്ച് ദാഹം തീരാതെ, നൃണാം ആദായ അന്തർധാനം ചെയ്തു. ആ രൂപത്തെ മറച്ചു ഭഗവാൻ എന്നേക്കുമായിട്ട്, താൽക്കാലികമായിട്ടല്ല. സ്വബിംബം ലോകലോചനം, ലോകത്തിൻ്റെ കണ്ണായിട്ടുള്ള തൻ്റെ ശരീരത്തെ കൃഷ്ണൻ മറച്ചില്ലേ വിതുര. ഇനി കുറച്ച് വിവരിക്കാണ്ട് അവിടെ. എൻ മർത്യലീലോ വൈകം സ്വയോഗമായാപരം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്ഥജസോപഗർഭേ പരംപദം ഭൂഷണഭൂഷണാംഗം. ഭാഗവതത്തിലത്തെ ഉപമ. കാളിദാസനാണ് ഉപമയ്ക്ക് കേമൻ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കാറില്ല. വ്യാസൻ്റെ ഉപമയ്ക്ക് കഴിച്ചിട്ട് താഴെ തന്നെ വേറുള്ളതൊക്കെ നിൽക്കും. ഭൂഷണാംഗം, ശരീരത്തിലത്തെ ഭഗവാന്റെ ശരീരം ആഭരണങ്ങൾക്ക് ഭൂഷണമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഈ ചങ്ങലയ്ക്കോ മോതിരത്തിനോ ഭംഗിയുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അണിയലുണ്ടോ? എന്തിനാ ചങ്ങല കഴുത്തിലിടണം? നാലാൾ നമ്മളെ നോക്കട്ടെ, ഹേയ് നന്നായി ഉണ്ട് കേട്ടോ ചെയ്യുന്ന ഭാഷയും കോപ്പൊക്കെ. അപ്പം നമുക്ക് സൗന്ദര്യം ഉണ്ടാവാനാണ് നമ്മൾ ആഭരണം ധരിക്കണം അല്ലേ? പക്ഷേ ഭഗവാൻ നേരെ തിരിച്ചാ. ആ ഭഗവാന്റെ ശരീരത്തിൽ ഈ ആഭരണങ്ങൾ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അവയ്ക്കൊരു ഭാവമുണ്ട് എന്നാണ്. ഇപ്പം ഞങ്ങൾ എവിടെയാണ് കിടക്കണമെന്ന് അറിയുമോ? ഞങ്ങളുടെ ഭഗവാന്റെ കഴുത്തിലാണ്, നിങ്ങളുടെ കഴുത്തിലൊന്നുമല്ല. ഞങ്ങൾക്കൊരു യോഗ്യതയുണ്ട് എന്ന് കവിഭാവനയാണ് കേട്ടോ. ഈ പണ്ടങ്ങൾ അഹങ്കാരം ഉണ്ടാവും, ഒരു ജീവനില്ലാത്തതാണ്, ഒരു ഭാവനയാണ്. പണ്ടങ്ങളെ നിങ്ങൾ അഹങ്കരിക്ക വേണ്ട, എൻ്റെ കണ്ണന് സൗന്ദര്യം കൂട്ടൂരൊരു കവിത എഴുതിയിട്ടുണ്ട്. എൻ്റെ കണ്ണന് ഭംഗി കൂട്ടാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് അഭിമാനിക്കാം. എന്ത്? ഞങ്ങളിപ്പോൾ കിടക്കണത് ഭഗവാന്റെ കഴുത്തിലാണ്, അത് നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്നല്ലാതെ കൃഷ്ണൻ്റെ സൗന്ദര്യം ഉണ്ടോ ഇനി കൂട്ടാൻ പറ്റണോ? 8 വരേക്കും കൂട്ടാവുന്ന ഒരു എക്യുപ്മെൻറ്റിൻ്റെ നോബ് അവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കാൻ പറ്റുമോ? മാക്സിമം 8 തിരിച്ച് അവിടെ നിർത്തുക. 5 വരെ സ്പീഡ് കൂട്ടി പിന്നെയും കൂട്ടാൻ പറ്റുമോ വേണേ? എന്ന പോലെ ഭഗവാന്റെ സൗന്ദര്യം അതിൻ്റെ സൂപ്പർലേറ്റീവിലായിരിക്കണോ? പരമകാഷ്ട എന്ന് പറയാം. ഇനി എവിടേക്കാണ് കൂടണം? അപ്പോൾ ഒരു ചങ്ങല ധരിച്ചാൽ കൂടുമോ ഭഗവാന്റെ സൗന്ദര്യം? അതാണ് ഭൂഷണാംഗം, ഭൂഷണങ്ങൾക്ക് ഭൂഷണമായ ഭഗവാന്റെ ആ ശരീരം. എൻ മർത്യലീല ഉപയുഗം, മനുഷ്യലീലയ്ക്ക് വളരെയേറെ സഹായമായതും സ്വയോഗമായ ബലം, തൻ്റെ മായാശക്തിയെ ദർശയത കാട്ടുന്നവനാൽ ഗ്രഹിക്കപ്പെട്ടതും സൗഭഗർദേ സൗന്ദര്യ സമൃദ്ധിക്ക് ഹേതുവായ തനിക്കും ആശ്ചര്യജനകവും ആയ
സൗന്ദര്യ സമൃദ്ധി ഹേതുവായ തനിക്കും. ഭഗവാൻ തന്നെ തൻ്റെ ശരീരത്തിൽ അഭിമാനം തോന്നിയിട്ടുണ്ട്. വിസ്മാപനം ആശ്ചര്യജനകവുമായ പരമ്പദം ഉത്കൃഷ്ടസ്ഥാനഭൂതവും ആയ ഭൂഷണങ്ങൾക്കും ഭൂഷണമായ ശരീരം ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് ഉപേക്ഷിച്ചു എന്ന് പറയാണ്. സയോഗമായ ബലത്തെ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ വിചാരിച്ച ഭഗവാൻ സ്വീകരിച്ചതായ ദിവ്യ വിഗ്രഹം മനുഷ്യലീലയെ അഭിനയിക്കാൻ പാകത്തിൽ ആവണം എന്ന് വിചാരിച്ചിട്ട് അത്രേ മനുഷ്യ ശരീരം എടുത്തത്. വേറെ ശരീരം എടുക്കാമായിരുന്നു, ഭഗവാൻ അതിന് വിഷമമൊന്നുമില്ല. പക്ഷെ മനുഷ്യരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ലീല അനുകരിക്കുന്നതാണ് നല്ലത് എന്ന തൻ്റെ ആ ഒരു യുക്തിക്ക് നിരക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു യുക്തി കാരണമാണ് ഭഗവാൻ മനുഷ്യൻ്റെ സ്വരൂപം എടുത്തത്. 2 മനുഷ്യരൂപമേ ഉള്ളൂ. ഒന്ന് രാമൻ, ഒന്ന് കൃഷ്ണൻ. പിന്നെ പരശുരാമനും ഉണ്ട്, വേണമെങ്കിൽ മനുഷ്യൻ എന്ന് പറയാം. വാമനൻ ഇവരൊക്കെ ഉണ്ടെങ്കിലും രാമകൃഷ്ണന്മാരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യാവതാരം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ബലരാമനും ശ്രീകൃഷ്ണനും, ശ്രീരാമനും ഉണ്ട് കേട്ടോ, ശ്രീരാമനും ഉണ്ട്. വാമനൻ മനുഷ്യനാണ്, പരശുരാമ മനുഷ്യനാണെങ്കിൽ അതൊക്കെ മനുഷ്യാവതാരത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വാമനൻ വിവാഹം കഴിച്ചിട്ടൊരു ഗൃഹസ്ഥനായിട്ടുള്ള ലീലകൾ കുറേ അനുഷ്ഠിച്ചു എന്നൊന്നും പറയുന്നില്ല. തപസ്സിയായി തപസ്സിന് പോയി എന്നാണ് പറയണം. അത് സാധാരണ മനുഷ്യനല്ല, അങ്ങനെ ആയിട്ടില്ല. പരശുരാമനും തപസ്സിയാണ്, ഒക്കെ പ്രത്യേകതകളുണ്ട്. ഒരു സാധാരണ മനുഷ്യ ജീവിതം നയിച്ച ആളല്ല വാമനനും പരശുരാമനും. രാമനും കൃഷ്ണനും അങ്ങനെയാണ്, വിവാഹം കഴിച്ചിട്ടുണ്ട്, നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങൾ ഏറിയ കൂറും അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് മനുഷ്യാവതാരം എന്നാണ് പറയുന്നത്. കൃഷ്ണാവതാരം അതെ, രാമാവതാരം അതെ, 2 മനുഷ്യാവതാരമാണ്. കൂടുതലും മനുഷ്യൻ്റെ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തത് രാമാവതാരവും ഈശ്വരൻ്റെ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് കൃഷ്ണാവതാരമാണെന്ന് പറയും. 2ലും 2 ഉണ്ട് കേട്ടോ, 2ലും 2 ഉണ്ടേ. രാമൻ മനുഷ്യനാണ് ഞാൻ യോജിക്കണില്ല. വാൽമീകി രാമായണത്തിൽ 14,000 രാക്ഷസന്മാരെ എങ്ങനെ ഒരു മനുഷ്യൻ കൊല്ലും? പറയൂ, സാധ്യമല്ല. ഈ രാവണനെ കൊല്ലാനും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധിക്കില്ല എന്നാണ് പറയണം. മനുഷ്യനാൽ എനിക്ക് മരണം വരാൻ പാടൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും മനുഷ്യന് സാധിച്ചോ കൊല്ലാൻ? അപ്പോൾ രാമാവതാരത്തിൽ ഈശ്വരത്വമുണ്ട്, പക്ഷെ അധികവും മനുഷ്യ രീതിയിൽ ധർമ്മത്തിലെ കാണിച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. മറ്റതുമുണ്ട്. കൃഷ്ണാവതാരത്തിൽ ദിവ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. മനുഷ്യനുണ്ട്, 2ലും 2 ഉണ്ടെങ്കിലും മനുഷ്യ അംശത്തിന് കൃഷ്ണാവതാരത്തിൽ കുറച്ച് കുറവാണ്, കൂടുതലും ഈശ്വരത്വമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യാവതാരമാണ് രാമാവതാരവും കൃഷ്ണാവതാരവും. അത് മനുഷ്യരിൽ വേഗം എത്താനാണ് സ്വീകരിച്ചത് എന്നർത്ഥം. ആ വേഷത്തെയാണ് ഇവിടെ ഉപസംഹരിച്ചത്. മർത്യലീലോപൈകം, മർത്യലീലയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള സ്വയോഗമായ ബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സുസ്ഥജസോപഗതേ പരം പദം ഭൂഷണഭൂഷണാംഗം. ആഭരണങ്ങൾക്ക് ആഭരണമായ ഭഗവാന്റെ ശരീരം. ഒരു ചങ്ങല അണിഞ്ഞാൽ ചങ്ങല ഒന്നും കൂടിയാണ് തിളങ്ങും. ഒരു വള അണിഞ്ഞാൽ, കൃഷ്ണനെ അണിഞ്ഞാൽ വെച്ചാൽ വളയുടെ തേജസ് ഒന്നാട് കൂടുന്നതാണ്. കൃഷ്ണനൊന്നും കൂടാനില്ല. അങ്ങനെയുള്ള ശരീരത്തെ ഉപേക്ഷിച്ചു. ദുഃഖത്തോടു കൂടിയിട്ട് ഓർക്കുകയാണ് ഉദ്ധവൻ. യദ്ധർമ്മസൂനോർപ്പതരാജസൂയേ നിരീക്ഷ്യ ദിക്സ്വസ്ത്യൈനന്ത്രിലോക കാസ്നേന ചാദ്യേകകഥം വിധാതുർവാകൃതോ കൗശലമിത്യമന്യത. നാരായണീയത്തിൽ 3-ാമത്തെ ശ്ലോകം 2-ാമത്തെ വിഷയത്തിൽ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ചേറ്റവും സുന്ദരം എന്നേ പറയാൻ പറ്റിയുള്ളൂ. കാരണം ആദ്യം തന്നെ പറയേണ്ട അനുപമിതം, വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. അതുപോലൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ യൂണിക് എന്ന് ഇംഗ്ലീഷിൽ പറയണതാണ്. അതുപോലെ അന്യാദൃശം വേറൊന്നില്ല. നീ പാണ്ഡവന്മാരുടെ കൂടെ രാജസൂയ നടത്തിയതിനെ ഇവിടെ ഓർക്കുകയാണ്. ധർമ്മസൂനു, ധർമ്മപുത്രർ.
ബത രാജസൂയേ നിരീക്ഷ്യതി സ്വസ്ഥേനം ത്രിലോക. അവിടെ രക്ഷാധികാരിയായിട്ട് ധർമ്മോത്തർ ഭഗവാനെ ചുമതലപ്പെടുത്തി സ്വീകരിച്ചു. അപ്പോൾ അവിടെ ഈ കാല് കഴുകിക്കുക ഒരു ചടങ്ങുണ്ട് രാജസൂയത്തിൽ. ഏറ്റവും പ്രധാനമായിട്ട് അഗ്രപൂജ. അവിടെ അങ്ങോട്ട് ഇരുന്നപ്പോൾ ഭഗവാൻ ഒരു തേജസ് ഉണ്ടായി എന്ന് പറയുകയാണ്. കാർണേന ദേഹഗതം വിധാതു. അന്ന് വിചാരിച്ചു ബ്രഹ്മാവ്, വിധാതാവ് ബ്രഹ്മാവ്, തൻ്റെ സൃഷ്ടി സാമർഥ്യം മുഴുവനെ കാണിക്കാൻ സാധിച്ചത് ഈ കൃഷ്ണനിലാണ്. വേറൊരാളുകൊണ്ടും സൃഷ്ടി പൂർണ്ണമായിട്ടില്ല. ഇത്രയും കൂടി ആവാം എന്ന് തോന്നിയ സൃഷ്ടികളെ ഉള്ളൂ എന്നാണ്. ഒന്നും കൂടി അങ്ങോട്ട് ഭംഗി വയ്ക്കാം എന്ന് തോന്നിയ സൃഷ്ടികളെ എത്രയേ ഉണ്ടായിട്ടുള്ളൂ. ആലോചിച്ച് നോക്കണേ. കൃഷ്ണനെ കണ്ടപ്പോൾ ഇപ്പം ശരിയുണ്ട് കേട്ടോ. എങ്ങനത്തെ സൃഷ്ടി? അർവാകൃതവും ഭക്ഷണം കീഴ്പ്പെട്ട് സഞ്ചരിക്കുന്നവർ മനുഷ്യരുടെ വേറൊരു വാക്ക് പറഞ്ഞു. കൈയും കാലും ഒക്കെ ഉള്ള സൃഷ്ടികൾ. ഇപ്പോഴാണ് ആ സൃഷ്ടി സാമർഥ്യം. അർവാകൃതവും ഭക്ഷണം കീഴ്പ്പെട്ട് സഞ്ചരിക്കുന്നവർ മനുഷ്യർ. അവരുടെ ഇടയിൽ ഇനി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഇല്ല. ഇതിലും നന്നായിട്ടൊന്ന് സൃഷ്ടിക്കാൻ ഇനി ബ്രഹ്മാവിന് കഴിയില്ല എന്നർത്ഥം. അർവാകൃതവും കൗശലമിത്യമന്യത. കീഴ്പ്പെട്ട് ഭക്ഷണം സഞ്ചരിക്കുന്ന സൃഷ്ടി മനുഷ്യൻ ഇതിനേക്കാൾ നന്നായിട്ടൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിച്ചത് രാജസൂയത്തിൽ ഭഗവാന്റെ ഒരു ഇരിപ്പുണ്ടായി. അപ്പോഴാണ് ധർമ്മോത്തരുടെ രാജസൂയത്തിലിരിക്കുന്ന കൃഷ്ണൻ്റെ തേജസ്സിനെ അനുസ്മരിക്കുകയാണ്. ഓരോന്ന് അനുസ്മരിക്കുകയാണ് ഉദ്ധവനെ. യത് ധർമ്മസൂനോർബദ രാജസൂയേ നിരീക്ഷ്യതി സ്വസ്ഥേനം ത്രിലോക. 3 ലോകത്തിലും വെച്ചിട്ട് മഹത്തരമായ, ഇതിലും മഹത്തമമായ എന്ന് പറയണം, അതിലപ്പുറമില്ലല്ലോ. കാർഷ്ണീനജ, വളരെ നന്നായിട്ട്. കാർഷ്ണീന എന്നുള്ളതിന് എന്തർത്ഥം വേണമെങ്കിലും പറയാം. നന്നായിട്ട് എന്നൊക്കെ പറയാം. നല്ല അർത്ഥങ്ങൾ, ചീത്തർത്ഥമല്ല. കാർഷ്ണേന ചാത്തേഹ കഥം വിധാതുർ ഇതാതു ബ്രഹ്മാവ് അർവാകൃതോ കൗശലമിത്യമന്യതാ. ആ ഭഗവാന്റെ സൗന്ദര്യത്തിന് പകരം വയ്ക്കാൻ എന്തുണ്ട്? ബ്രഹ്മാവും കൂടി തൻ്റെ സൃഷ്ടി സാമർഥ്യം ഇപ്പോഴാ മുഴുവനായത് എന്ന് അഭിമാനിച്ചു. യസ്യാനുരാഗപ്ലുതകാർഷരാസലീലാവലോക പ്രതിലബ്ധമാന പ്രജത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്ത ദിയോവതർത്തു കില കൃത്യശേഷ. ഭഗവാന്റെ ആകർഷകത്വത്തിന് ഗോപസ്ത്രീകളെ കൊണ്ടൊരു ഉദാഹരണം പറയണം. യസ്യ, ഏതൊരുവൻ്റെ, അനുരാഗം സ്നേഹം, പ്ലുതം നനഞ്ഞ, ഹാസം പുഞ്ചിരി, സ്നേഹം കൊണ്ട് നനയ്ക്കപ്പെട്ട പുഞ്ചിരി, രാസലീല രാസക്രീഡ അവലോകനം നോട്ടം, പ്രതിലബ്ധ സിദ്ധിച്ചതായ മാന പൂജയോടുകൂടിയ ഗോപസ്ത്രീകൾ. ആ ഗോപസ്ത്രീകൾ നേത്രങ്ങളിൽ കൂടെ എന്തു ചെയ്തു? അവരുടെ മനോവ്യാപാരം മറ്റെവിടേക്കും പോവാതെ ഗൃഹകൃത്യങ്ങളെ മുഴുവൻ ചെയ്യാതെ അവിടെ ഇട്ട് ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. സാധാരണ സ്ത്രീകൾ അവരുടെ ഗൃഹജോലികൾ അങ്ങനെ എവിടെയെങ്കിലും ഇട്ട് പോവാറില്ല എന്നാണ്. നിങ്ങളിങ്ങനെ ആയാൽ പറ്റില്ല, നേരായി ഇങ്ങോട്ട് പോരി നിൽക്കും, എന്തോന്ന് ശരിയാവട്ടെ. അവർക്ക് ബസ് പോയാലും വേണ്ടില്ല, വേറെ എന്ത് പോലും വേണ്ടില്ല, ആ ഒരു പണി അവർ ചെയ്യാറുണ്ട് എന്നാണ്. ഒറ്റ കാര്യത്തിൽ മാത്രം, കുട്ടികൾ പാലിന് കരഞ്ഞാൽ മാത്രം അവിടെ ഇട്ട് പോകുന്നതാണ്. വേറൊരു കാര്യത്തിൽ 1 മിനിറ്റ് നിൽക്കും, ഇതൊന്നാണ് കഴിയട്ടെ എന്ന് പറയുന്നതാണ് സ്ത്രീകൾ. അവർക്ക് ആ ഗൃഹജോലികളിൽ അത്രത്തോളം നിഷ്ഠയും താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഗൃഹങ്ങൾ നടക്കണത്. അവരല്ലാണ്ടായ ബുദ്ധിമുട്ടായില്ലേ. പക്ഷെ ഇവിടെ ഈ കൃഷ്ണൻ്റെ കാര്യത്തിൽ ഇതൊരു അപവാദമായി. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ദിയോപതസ്തു കില കൃത്യശേഷ. രാസക്രീഡയിൽ ആരംഭം ആ ഓടക്കുഴലാണ്, വേണുഗാനം. അതിങ്ങോട്ട് കേൾക്കേണ്ട താമസം.
അവിടെ ഇട്ടിട്ട് സ്ത്രീകൾ ഓടി എന്നാണ്. ഭക്ഷണം വിളമ്പണവർ അതിൻ്റെ ഇടയിൽ പോയി, കുളിക്കാൻ പോണവർ അതിൻ്റെ ഇടയിൽ പോയി, ഭർത്താവിനെ നോക്കണവർ അവിടെ ഇട്ട് പോയി, വേറൊന്ന് നോക്കണവർ അവിടെ ഇട്ട് പോയി. എന്തേത് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ വ്യത്യസ്ത വസ്ത്രാഭരണങ്ങളായിട്ട് വന്നു. ഒരു കണ്ണിൽ മാത്രം അഞ്ജന എഴുതിയവർ, മൂക്കത്ത് മഷി എഴുതിയവർ, ഒരു കാതിൽ ആഭരണം ധരിച്ചവർ, മുമ്പിലേക്ക് ഇടേണ്ടവർ പിന്നിലേക്ക് ഇട്ടിട്ട് അല്ലേ, അന്ന് അത്രയും വേക്കോപ്പനും ഫ്രണ്ടോപ്പനും ഒക്കെ തുടങ്ങിയത്. അങ്ങനത്തെ വസ്ത്രം ധരിച്ച് ഒക്കെ ആ സ്ത്രീകൾ അവരുടെ ദേഹത്തെയും ധർമ്മത്തെയും മറന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തി. വ്രജസ്ത്രീയോ ഗോപികൾ ദിഗ്ഭിരനുപ്രവൃത്ത ആ കണ്ണുകളിൽ കൃഷ്ണ ദർശനം കൊണ്ട് സർവം മറന്ന് ദിയോപതസ്തുക്കില കൃത്യശേഷ ഗൃഹജോലികൾ എവിടെയെന്നില്ലാതെ അവസാനിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണനെ കണ്ടില്ലേ. രാജസൂയത്തിലത്തെ ശോഭ ഒന്ന് പറഞ്ഞു, ഗോപികളുടെ കാര്യം രണ്ട് പറഞ്ഞു, ഈ വേറെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അവൻ്റെ ആ പറയൽ തന്നെ നമുക്ക് ഭക്തി ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ട രീതിയിലാണ് കുറേ പറയണത്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.